ഇയാൾ കാമുകിക്ക് വേണ്ടി ജിം മെമ്പർഷിപ്പ് എടുക്കുകയാണ്. ജിം എന്ന കുട്ടി ചോദിക്കുവാണ്, ആർക്കാണ് സാർ, സാറിനാണോ എന്ന്. അല്ല, എൻ്റെ ഗേൾ ഫ്രണ്ടിനാണെന്ന് പറയുവാണ് അയാൾ. അവിടെ ആൾക്കാരുണ്ടെന്ന് പോലും നോക്കാതെ അയാൾ അവളുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് നീ ജീവിക്കണം. അയാൾ എന്ത് പറയുന്നു അതനുസരിക്കുന്ന ഒരു പെണ്ണായിട്ടിരിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം. കാണുന്ന പയ്യനാണ് അവിടുത്തെ ജിം ട്രെയിനർ. അവൾക്ക് ജിമ്മിൽ പോകാൻ താല്പര്യമേ ഇല്ലായിരുന്നു. അവൻ്റെ നിർബന്ധം കൊണ്ടാണ് അവൾ ജിമ്മിൽ വന്നത്. ട്രെയിനർ ഓരോന്ന് ചോദിക്കുമ്പോൾ പോലും അവൾ ഒഴിഞ്ഞു മാറി പോവുകയാണ്. കാരണം അവൻ കണ്ട അതൊരു പ്രശ്നമാക്കും. അവൾ ഒരു ദിവസം ബോയ് ഫ്രണ്ടിനെ കണ്ണു വെട്ടിച്ച് റെസ്റ്റോറൻറ്റിലെത്തി. എന്നിട്ട് ഫുഡ് വാരി വലിച്ച് കഴിക്കുകയാണ്, പെട്ടെന്ന് അവൻ കാണുന്നതിന് മുന്നേ. സമയത്ത് തന്നെ നമ്മുടെ ജിം ട്രെയിനറും ആ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അവളോട് തമാശ രീതി ചോദിക്കുകയാണ്, ജിമ്മിൽ പോകുന്ന ആളാണോ ഇതൊക്കെ കഴിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ അവിടേക്ക് വേറൊരാൾ കൂടി വന്നു, അവിടെ ബോയ് ഫ്രണ്ട്. ട്രെയിനർക്ക് നമ്മുടെ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി അറിയില്ലായിരുന്നു. അവൻ അവളോട് ചോദിക്കുകയാണ്, ഇത് നിന്റെ ആരാന്ന്. അപ്പോൾ അവൾ ബോയ് ഫ്രണ്ടാന്ന് പറയുകയാണ്. പക്ഷേ അവളുടെ കാമുകൻ അറിയേണ്ട ഒരു കാര്യം മാത്രമായിരുന്നു, ഈ ഫുഡ് ഓർഡർ ചെയ്ത നീയാണോ, ഇതെല്ലാം നീ കഴിച്ചതാണോ എന്ന്. അവൻ ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കാൻ അവളെ സമ്മതിക്കത്തതേ. ഇയാൾ ഇവളെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയായിരുന്നു. അവൻ തടയാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. പിറ്റേ ദിവസം ജിമ്മിൽ വന്നപ്പോൾ അവൻ വിശദമായിട്ട് അവളോട് ചോദിക്കുകയാണ്. അവൾ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആയിട്ട് ഉറപ്പിച്ചു വെച്ച റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവൾ പറയുകയാണ് അവനോട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സ്കേറ്റിംഗ് ചെയ്യുകയായിരുന്നു. അവൾ വളരെ സന്തോഷവതിയായിരുന്നു. അവൾക്ക് ഇതുപോലൊരു സപ്പോർട്ടീവായിട്ടുള്ള പാർട്ട്ണറെ ആയിരുന്നു ആഗ്രഹം. ജീവിതത്തിൽ കുറേ നാൾക്ക് ശേഷം അവൾ ചിരിച്ച് സന്തോഷിക്കാൻ തുടങ്ങി. പക്ഷേ അതിന് കുറച്ച് നേരത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ബോയ് ഫ്രണ്ട് കോൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൾ എടുക്കാൻ കൂട്ടാക്കിയില്ല. എന്നെ ശ്രദ്ധിക്കാതെ അവൾ പിന്നെയും അവനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ കാണാനിട്ട് ഇങ്ങോട്ട് വരികയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അവളെ ഉപദ്രവിക്കുക, അപമാനിക്കുകയും ചെയ്യുകയാണ്. അവൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ പയ്യൻ ഇങ്ങോട്ട് കയറി വരികയാണ്. അവൾക്കുള്ള സാൻഡ്വിച്ച് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ പ്രതികരിക്കുകയാണ് ആദ്യമായിട്ട്. അവൻ പിന്നെ അവളെ ഉപദ്രവിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ പയ്യൻ വരികയാണ്. അവൻ്റെ കയ്യിൽ സാൻഡ്വിച്ചും ഉണ്ടായിരുന്നു. ഒന്നും നോക്കാതെ തന്നെ അത് അവൻ്റെ മുഖത്ത് തേക്കുകയാണ്. പിന്നെ കണ്ണെരിഞ്ഞ് അവൻ ഓടുകയായിരുന്നു. കണ്ടെന്ന് അവൾക്ക് ഒരുപാട് സന്തോഷമായി. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് അവൻ പറയുകയാണ്. അങ്ങനെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അവരൊരു പുതിയ ജീവിതം ആരംഭിച്ചു.